Good morning, students. Welcome to EduLine. So, നമ്മുടെ next portion ആണ് Module 3 Linked List and Memory Management. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആണ്. സോ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പേ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം എന്താണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഡാറ്റ ടൈപ്പ് ആണ് അല്ലേ. സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ്, അതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ദെൻ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് അല്ലേ. സ്ട്രക്ചറിൽ നമുക്ക് ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പിലെ വേരിയബിൾസിനെ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പിലെ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് അല്ലേ. പക്ഷേ അറേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എല്ലാം സെയിം ഡാറ്റ ടൈപ്പിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അറേ നോക്കുകയാണെങ്കിൽ എന്താ, അറേയിൽ ഇപ്പം ഇൻറ്റിജർ അറേ ആണെങ്കിൽ അതിൽ ഇൻറ്റിജർ വാല്യൂസിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ അറേ ആണെങ്കിൽ നമ്മൾ അതിൽ ക്യാരക്ടർ അറേസിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരക്ടർ വാല്യൂസിനെ മാത്രമേ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതല്ല ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ ആണെങ്കിൽ, ഒരു ഫ്ലോട്ട് അറേ ആണെങ്കിൽ അതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ അറേ എന്ന് പറയുന്നത് എന്താണ്, സെയിം ടൈപ്പിലുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിഫറൻറ്റ് ടൈപ്പിലെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ അല്ലേ. അപ്പോൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റിജർ ടൈപ്പിലെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാം, ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാം, ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ടിനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പിലുള്ള വാല്യൂസിനെ നമുക്ക് ഒരു സ്ട്രക്ചറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെ. സി പ്രോഗ്രാമിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആണ്. അപ്പൊ എന്താണ് ഈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സ്ട്രക്ട് നോഡ്. സോ സ്ട്രക്ട് എന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ സി പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ട് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ട് എന്ന് എഴുതുക, എന്നിട്ട് ഒരു സ്ട്രക്ചറിന് പേര് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് നോഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്റെ സ്ട്രക്ചറിന്റെ പേര് നോഡാണ്. ദെൻ ഓപ്പൺ ബ്രേസസ് കൊടുക്കുക, അതിനുള്ളിൽ എന്ത് ചെയ്തു, ഞാൻ ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പിനെയാണ് അതിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്റ് ഡാറ്റ 1. അപ്പോൾ ഡാറ്റ 1 എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻറ്റിജർ ടൈപ്പ് ആണ് അല്ലെ. അപ്പൊ ഈ ഡാറ്റ 1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എനിക്ക് ഇൻറ്റിജർ വാല്യൂനെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാർ ഡാറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡാറ്റ 2 എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ് ക്യാർ എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റ 2 എന്ന ഈ വേരിയബിളിലേക്ക് എനിക്ക് ഒരു ക്യാരക്ടർ വാല്യൂവിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇതാണ് ശരിക്കും ആക്ച്വലി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇതിന് ശേഷം, അപ്പൊ ഇതാണ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഈ ഒരു നോഡ് എന്ന എന്റെ സ്ട്രക്ചറിനകത്ത് ഞാൻ ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ വേറൊരു സംഭവം ഇതിന് താഴെ കിടപ്പുണ്ട്, അതാണ് സ്ട്രക്ട് നോഡ് സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്, ഈ ഒരു ഡിക്ലറേഷൻ ആണ് ശരിക്കും സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, സ്ട്രക്ട് നോഡ് സ്റ്റാർ ലിങ്ക്. അപ്പൊ ഈ സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോയിന്റർ ആണ് അല്ലെ. പോയിന്റർ എങ്ങനെയാണ് എഴുതുന്നത്, ഒരു പേര് എഴുതിയിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക, സ്റ്റാർ സിമ്പിൾ ഇട്ടാൽ മതി അല്ലെ, ആസ്ട്രിക് സിമ്പിൾ ഇട്ടാൽ മതി. അപ്പം അതിന്റെ മീനിങ് എന്താണ്, ആ ഒരു ഇപ്പം ഈ ഇങ്ങനെ സ്റ്റാർ ലിങ്ക് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ് അല്ലെ. ഇനി ഈ പോയിന്റർ വേരിയബിളിന്റെ ടൈപ്പ് ആണ് എന്ത്, സ്ട്രക്ട് നോഡ് എന്ന ടൈപ്പ് അല്ലെ. അതായത് ഈ സെയിം സ്ട്രക്ചറിന്റെ ടൈപ്പിലുള്ള പോയിന്റർ വേരിയബിൾ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് സ്ട്രക്ട് നോഡ് എന്നാണ് ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്, പോയിന്റർ വേരിയബിൾ ആണ്. സോ ഈ പോയിന്റർ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, സ്ട്രക്ട് നോഡ് എന്ന ഡാറ്റ ടൈപ്പ് ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് ഇതിനെ സെൽഫ് റെഫറൻഷ്യൽ, അത് ഈ ഒരു അതായത് ഇപ്പൊ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ സ്ട്രക്ചർ അത് അതിലോട്ട് തന്നെ വീണ്ടും റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ ചെയ്യുക അല്ലെ, സെൽഫ് റെഫറൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കുക, എ സ്ട്രക്ചർ പോയിന്റിംഗ് ടു ദ സെയിം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അല്ലെ, അതിനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിനെ യൂസ് ചെയ്യാം, ട്രീ, ഗ്രാഫ്. ഓക്കെ, നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളൊക്കെ ട്രീയും ഗ്രാഫും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ട്രീ, ഗ്രാഫ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിനെ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ എഴുതിയിട്ട് അതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതേ ടൈപ്പിലുള്ള ഒരു പോയിന്ററിനെ നമ്മൾ അതിനകത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ആ പോയിന്റർ ഇതേ സ്ട്രക്ചറിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ശരിക്കും ആക്ച്വലി സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ നോക്കുക ഇവിടെ സ്ട്രക്ട് നോഡ് ദെൻ ഇൻഡ് ഡേറ്റ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇതേ സ്ട്രക്ചറിന്റെ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ്, പോയിന്റർ വേരിയബിൾ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് എഴുതിയേക്കുന്നത്. സോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് എഴുതിയേക്കുന്നതുകൊണ്ടാണ് ഈ സ്ട്രക്ചറിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഇല്ല എങ്കിൽ ഇതൊരിക്കലും ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആകത്തില്ല. ഓക്കെ, അപ്പം ഇതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. അപ്പം ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. അതിന്റെ ടൈപ്പ് ഏതാണ്, സ്ട്രക്ട് നോഡ്. അതായത് ഇതേ സ്ട്രക്ചറിന്റെ തന്നെ ടൈപ്പ് ആണ് ഈ ഒരു പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ നെക്സ്റ്റിനകത്ത് ആക്ച്വലി എന്തായിരിക്കും വരുന്നത് അറിയോ, അടുത്ത നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഈ നെക്സ്റ്റ് എന്ന പോയിന്ററിൽ വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വരയ്ക്കുന്നത്. സോ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ആരോ വെച്ച് കണക്ട് ചെയ്താണ് ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഓരോ സ്ക്വയർ ബോക്സസിനെ നമ്മൾ നോഡ് എന്നാണ് പറയുന്നത് അല്ലെ. ഈ ഓരോ ചതുരപ്പെട്ടികളെ നമ്മൾ നോഡ് എന്ന് പറയും. ഒരു നോഡിന് രണ്ട് പാർട്ട് കാണും അല്ലെ. ഫസ്റ്റ് പാർട്ട് ഡേറ്റ പാർട്ടും അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ലിങ്ക് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടാണ്. ലിങ്ക് എന്ന് പറയാം, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയാം, അഡ്രസ് എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് ഈ നെക്സ്റ്റ് പാർട്ടിൽ എന്തായിരിക്കും വരുന്നത്, അടുത്ത നോഡിലേക്കുള്ള അല്ലെ അടുത്ത നോഡിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, അടുത്ത നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഈ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത്. ഈ ഡേറ്റ പാർട്ടിലാണ് ആക്ച്വലി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എ ബി സി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഡേറ്റയാണ്. ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ പോർഷനിലും ഈ നെക്സ്റ്റ് പോർഷനിലാണ് അല്ലെങ്കിൽ ഈ അഡ്രസ് പോർഷനിലാണ് എന്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ ലിങ്ക് പോർഷനിലാണ് എന്ത് വരുന്നത്, അടുത്ത നോഡിലേക്കുള്ള അഡ്രസ് വരുന്നത്. സോ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആണ് ഇവിടെ നെക്സ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കുന്നത്. ആക്ച്വലി മെമ്മറിയിൽ ഇതുപോലത്തെ കണക്ഷൻസോ ഇങ്ങനത്തെ ആരോ ഒന്നും ഇല്ല മെമ്മറിയിൽ. ഓക്കെ, മെമ്മറിയിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, അടുത്ത നോഡിന്റെ അഡ്രസ് മാത്രമേ ഇവിടെ കാണുള്ളൂ. ആ അഡ്രസ് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് നോഡിലേക്ക് എന്ത് ചെയ്യുക, കൺട്രോൾ പോകുന്നത്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എ ബി സി എന്നാണ് ആക്സസ് ചെയ്യണമെങ്കിൽ എ കഴിഞ്ഞ് ബി എവിടാന്നുള്ളത് അതിന്റെ അഡ്രസ് ഈ എ കഴിഞ്ഞതിന്റെ ഈ രണ്ടാമത്തെ പോർഷനിൽ കാണും. ഈ ഒരു ഏരിയയിലായിരിക്കും അതിന്റെ അഡ്രസ് കാണുക. സോ ഈ അഡ്രസ് നോക്കിയിട്ടായിരിക്കും മനസ്സിലാകുന്നത് ബി എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്താണ് ഉള്ളത്. ഓക്കെ, അങ്ങോട്ട് പോകും. അപ്പൊ ബിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും എന്താ ബി കിട്ടും. ബിയിൽ നിന്ന് ബിയുടെ കൂട്ടത്തിൽ തന്നെ എന്താണ് സി എവിടാണോ ഉള്ളത് അതിന്റെ അഡ്രസ്സും കാണും. ഓക്കെ, അപ്പം അവിടെ നിന്ന് മനസ്സിലാകും ഈ ഇന്ന അഡ്രസ്സിലേക്ക് എനിക്ക് പോയി കഴിഞ്ഞാൽ സി എ കിട്ടുമെന്ന്. അപ്പം അവിടെ പോയിട്ട് സി എടുക്കും. ഓക്കെ, ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ആക്ച്വലി ഉള്ള ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് കണക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ആക്ച്വലി എന്തിനാണ് ഈ ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്, ഫ്രീ ആയിട്ട്, അതായത് ഈ മെമ്മറിയിൽ ഫ്രീ ആയിട്ട് അവിടെ ഇവിടെയും കിടക്കുന്ന ഒരുപാട് മെമ്മറി സ്പേസുകൾ കാണും. ഓക്കെ, പലയിടത്തായിട്ട് മെമ്മറീസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി വേണമെന്ന് വിചാരിക്കാം. അപ്പം എനിക്ക് ഇതുപോലെ കുറെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി വേണം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെമ്മറി അവൈലബിൾ അല്ല. പക്ഷെ എനിക്ക് വേണ്ട മെമ്മറി എല്ലാം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചെതറി കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഇവരെ എല്ലാവരും കൂടെ യോജിപ്പിച്ച് എനിക്കൊരൊറ്റ വലിയൊരു മെമ്മറി ഉണ്ടാക്കണം. ഓക്കെ, മെമ്മറി വലിയൊരു ഫ്രീ മെമ്മറി എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള ഡേറ്റ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പലയിടത്തായിട്ടായിരിക്കും മെമ്മറിയിലെ പല സ്ഥലങ്ങളിലായിരിക്കും ഫ്രീ ആയിട്ടുള്ള മെമ്മറി കിടക്കുക അല്ലെ, ഫ്രീ ആയിട്ടുള്ള സ്പേസ് കിടക്കുന്നത്. അപ്പൊ ഫ്രീ ആയിട്ടുള്ള സ്പേസുകളെല്ലാം കണക്ട് ചെയ്ത് വലിയൊരു മെമ്മറി ഉണ്ടാക്കിയെടുക്കുക. അതായത് വലിയൊരു ഫ്രീ ആയിട്ടുള്ള മെമ്മറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. സോ അതാണ് ആക്ച്വലി ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ചെയ്യുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇങ്ങനെ വരും. ഇനി ഇത് കൂടാതെ തന്നെ വേറൊരു ടൈപ്പ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ രണ്ട് പോയിന്റേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് പ്രീവിയസ് നോഡിലേക്കുള്ള പോയിന്ററും നെക്സ്റ്റ് നോഡിലേക്കുള്ള പോയിന്ററും. സോ ഇവിടെ രണ്ട് പോയിന്റേഴ്സ് ആണ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രണ്ട് ആരോ ഉണ്ട്, അങ്ങോട്ടും ഉണ്ട് ആരോ, ഇങ്ങോട്ടും ഉണ്ട് ആരോ അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഡേറ്റ പോർഷൻ ഉണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട് അഡ്രസ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്രസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അഡ്രസ് ആണ്. ഇനി ബിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് പ്രീവിയസിലേക്ക് പഴയ നോഡിലേക്ക് തിരിച്ചു വരാനും പറ്റും.
ഓക്കെ. പക്ഷെ മറ്റേ കേസിൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ് നമുക്ക് നേരെ പോകാനേ പറ്റുള്ളൂ. തിരിച്ചു വരുന്നതിന്റെ അഡ്രസ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഡബിളി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോവുകയും ചെയ്യാം, തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്യാം. അപ്പം അഡ്രസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് അഡ്രസ് വരും. അതായത് ഈ ഒരു നോഡ് എടുത്ത് എ എന്ന് പറഞ്ഞ ഈ ഫസ്റ്റ് നോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നെക്സ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സും കാണും, പിന്നെന്താണ് അവിടുന്ന് പ്രീവിയസ് നോഡിലേക്കുള്ള അഡ്രസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ 2 നോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നെക്സ്റ്റ് പ്രീവിയസ്, അങ്ങനെ 2 പോയിന്റേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ നോഡുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. സി പ്രോഗ്രാമിൽ നോഡുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടാണ്. ഓക്കെ. അപ്പൊ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതിയായിരിക്കും. ഇങ്ങനെ നമ്മൾ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് സി പ്രോഗ്രാം ആണ് നമ്മൾ ഈ എഴുതുന്നത്, അല്ലെ നമ്മൾ ഈ പറയുന്നതൊക്കെ സി പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റും ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റും. അപ്പൊ ഈ ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ, ഗ്രാഫ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിന്റെ ഉപയോഗം. ഓക്കെ. സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.